Hi children, welcome to our maths class. Today we are going to discuss some activities related with the average. How to find that average? Average is equal to total amount divided by number of numbers. Here, look here, which is better? Housewife and Abu grow different types of coconut trees. Housewife has 20 trees and Abu has 18 coconut trees. See how much coconuts each got last year. ഹൗസേപ്പും അബുവും തെങ്ങ് കൃഷിക്കാരാണ്. ഹൗസേപ്പിന് 20 തെങ്ങുകളും അബുവിന് 18 തെങ്ങുകളും ആണുള്ളത്. കഴിഞ്ഞ വർഷം ആ തെങ്ങുകളിൽ നിന്ന് കിട്ടിയ നാളികേരത്തിന്റെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൗസേപ്പിന് ജാനുവരിയില് 160, ഫെബ്രുവരി 280, മാർച്ച് 200, ഏപ്രിൽ 260. അബു ജാനുവരി 200, ഫെബ്രുവരി 264, മാർച്ച് 240, ഏപ്രിൽ 160 coconuts. Which kind gives more coconuts? ഇവരിലെ ആരുടെ which Abu's or Housewife's coconut is give more coconuts? ഈ രണ്ടു പേരിലെ ആരുടെ കോക്കനട്ടുകളാണ് തെങ്ങുകളാണ് കൂടുതൽ കോക്കനട്ട് തരുന്നത് എന്നാണ് ചോദ്യം. ഹൗ ടു ഫൈൻഡ് ഔട്ട് ദിസ് ആൻസർ? ഫൈൻഡ് ഔട്ട് ടോട്ടൽ ഓഫ് കോക്കനട്ട്സ് ഗീവ്സ് ഹൗസേപ്പ് ആൻഡ് അബു. രണ്ടുപേരുടെയും ടോട്ടൽ കോക്കനട്ട് എത്രയെന്ന് കാണുക. അതൊന്നും മനസ്സിലാവുമല്ലോ അല്ലെ, ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ബട്ട് ദ നമ്പർ ഓഫ് കോക്കനട്ട് ട്രീസ് ഹാവ് ഡിഫറൻസ്. ഹിയർ ഹൗസേപ്പ് ഹാസ് 20 കോക്കനട്ട് ട്രീസ് ആൻഡ് അബു ഹാസ് ഓൺലി 18 കോക്കനട്ട് ട്രീസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് ഈ എണ്ണം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുക പ്രയാസമാണ്. ബട്ട് we can find out this answer very correctly using average. First, we find out the total number of coconuts gives Housewife's trees and divided it with the number of coconut trees. We get the average coconuts get one coconut tree. അതായത് ഹൗസേപ്പിന്റെ ആകെ തേങ്ങകളുടെ നാളികേരത്തിന്റെ എണ്ണം കണ്ടുപിടിക്കുക. അതിനെ തെങ്ങുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തെങ്ങിൽ നിന്ന് കിട്ടുന്ന നാളികേരത്തിന്റെ എണ്ണം എത്രയെന്ന് ആവറേജ് കിട്ടും. അതേപോലെ തന്നെ ഫൈൻഡ് ഔട്ട് ടോട്ടൽ നമ്പർ ഓഫ് കോക്കനട്ട്സ് ഗീവ് ഫ്രം അബൂസ് കോക്കനട്ട് ട്രീസ് ആൻഡ് ഡിവൈഡ് ഇറ്റ് വിത്ത് 18. അപ്പൊ അതിന്റെയും ആവറേജ് നിങ്ങൾക്ക് കിട്ടും. അതിൽ ആവറേജില് ഏതാണ് ബെറ്റർ ആയി നിൽക്കുന്നതെങ്കിൽ ആ ഇനം ഐറ്റം കോക്കനട്ട് ട്രീസ് ആണ് ഗീവ്സ് മോർ കോക്കനട്ട്സ്. ഓക്കെ, വി ക്യാൻ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദിസ് ആൻസർ. ഫസ്റ്റ്, ഹൗസേപ്പ് ടോട്ടൽ നമ്പർ ഓഫ് coconuts is equal to 160 plus 280 plus 200 plus 260 is equal to 900. 900 number of coconut trees is equal to 20. Average number of coconut got from one tree. ഒരു കോക്കനട്ട് ട്രീയിൽ നിന്ന് ആവറേജ് കിട്ടുന്ന തേങ്ങയുടെ എണ്ണം 900 ഡിവൈഡഡ് 20. 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 98 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ ഈക്വൽ ടു
45 numbers. 45 numbers coconut get from one coconut tree. Next, Abu. Total number of coconut is equal to 200 plus 264 plus 240 plus 160 is equal to 864. 864 number of coconut trees is equal to 18. Average number of net got from one tree is equal to 864 divided by 18 is equal to 48 numbers. Look here. Average number of coconut got from one tree from Ausef coconut is 45 numbers and Abu's 48 numbers. Now we can say which coconut trees are give more coconuts. Abu's coconut trees. Abu's nut trees give more coconut or better coconut trees. അപ്പോൾ അബുവിന്റെ തെങ്ങുകളാണ് കൂടുതൽ തേങ്ങകൾ നൽകുന്നത്. ഇവിടെ നമ്മൾ രണ്ടിന്റെയും ആവറേജ് കണ്ടു. ആ ആവറേജിൽ നിന്നാണ് ഏതാണ് ബെറ്റർ എന്ന് കണ്ടുപിടിച്ചത്. ടോട്ടൽ മാത്രം കാണുകയാണെങ്കിൽ ഔസേപ്പിന് 900, അബുവിന് 864. അങ്ങനെ പറയുമ്പോ 900 ആണ് ബെറ്റർ. ബട്ട് ദ നമ്പർ ഓഫ് കോക്കനട്ട് ട്രീസ് ഹാസ് 20 ആൻഡ് 18. ഒരാൾക്ക് 20 മറ്റൊരാൾക്ക് 18 ആണ്. അതിൽ വ്യത്യാസമുള്ളത് കൊണ്ട് ആവറേജ് കണ്ടപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയത്. അനദർ പ്രോബ്ലം. During the forest fest, 2 divisions of class 5th decided to plant trees as a club activity. 35 kids of class 5th A planted 245 saplings and 30 kids of class 5th B planted 240 saplings. On the basis of average number of saplings planted per kid, which division did a better job? അതായത് ഫോറസ്റ്റ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5A ക്ലാസ്സിലെയും 5B ക്ലാസ്സിലെയും കുട്ടികള് തൈകൾ നടാൻ തീരുമാനിച്ചു. അങ്ങനെ 5A ക്ലാസ്സിലെ 35 കുട്ടികള് 245 തൈകൾ വെച്ച് പിടിപ്പിച്ചു. 5B ക്ലാസ്സിലെ 30 കുട്ടികള് 240 തൈകളും വെച്ച് പിടിപ്പിച്ചു. On the basis of average number of saplings planted per kid, which division did a better job എന്ന ചോദ്യം. ഓരോ കുട്ടിയും വെച്ച് നട്ട ആവറേജ് ചെടികളുടെ തൈകളുടെ അടിസ്ഥാനത്തില് ഏത് ക്ലാസ് ആണ് ബെറ്റർ ആയിട്ടുള്ളത്, മെച്ചപ്പെട്ട ക്ലാസ് ഏതാണെന്നുള്ളതാണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ചിൽഡ്രൻ, നമ്പർ ഓഫ് സാപ്ലിങ്സ് ഇൻ ബോത്ത് 2 ക്ലാസസ്. 2 ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണവും അത് വെച്ച് പിടിപ്പിച്ച തൈകളുടെയും എണ്ണവും തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സാപ്ലിങ്സ് പ്ലാന്റഡ് പെർ കിഡ്. ഓരോ കുട്ടിയും നട്ട ആവറേജ് തൈകളുടെ എണ്ണം. അതിന്റെ ബേസിലാണ് വിച്ച് ക്ലാസ് ഈസ് ബെറ്റർ. വി ഡിസൈഡഡ് വിച്ച് ക്ലാസ് ഈസ് ബെറ്റർ. ഏത് ക്ലാസ് ആണ് തൈകൾ നട്ട കാര്യത്തില് ഏറ്റവും മെച്ചപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം 5th A ക്ലാസിന്റെ കണ്ടുപിടിക്കാം. 5th A
total saplings is equal to 245. Number of kids is equal to 35. Average number of sapling is equal to 245 divided by 35 is equal to 45. 45 numbers. 50th class average number of saplings planted by per kid is equal to 45 numbers. Next, 5th B class. Total sapling is equal to 240. Number of kids 30. Average number of saplings is equal to 240 divided by 30. 0 cancel ചെയ്തു. 24 divided by 3 is equal to 8. Sorry. 245 divided by 35 is equal to 7 numbers. 245 divided by 35 is equal to 7 numbers. 240 divided by 30 is equal to 8 numbers. 8. ഇനി പറയാലോ, which class is better? 5th B class is better. 5th B class is better. ഈ രണ്ട് പ്രവർത്തനങ്ങളുടെയും ഉത്തരം ആവറേജ് എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടെത്തിയത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന്റെ ഉത്തരങ്ങൾ ഇത് നോക്കി നിങ്ങൾ എഴുതണ്ട. ഇതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതിയാവും. Listen here. Ramu checked his sale of milk for some days and calculated the average income to be 150 rupees per day. If he continues like this, how much can he expect from the sale of milk in June? Ramu checked his sale of milk for some days and calculated the average income to be 150 rupees per day. അപ്പോൾ രാമു അവന്റെ പാൽ കച്ചവടത്തില് കുറച്ച് ദിവസത്തെ ആവറേജ് വരുമാനം കണക്കാക്കിയപ്പോ ഓരോ ദിവസവും ആവറേജ് 150 രൂപ വരുമാനം കിട്ടുന്നുണ്ട് അവന് കിട്ടി. If he continues like this, how much can he expected from the sale of milk in June? ഈ രീതി തുടർന്നാൽ ജൂൺ മാസം കഴിയുമ്പോൾ അവന് ആകെ എത്ര രൂപ വരുമാനം ഉണ്ടാകും? ടോട്ടൽ ഇൻകം, ടോട്ടൽ എമൗണ്ട്, ഹൗ മച്ച് എമൗണ്ട് he get from his sale of milk in the month of June. Average income 150 rupees. Here we find out the total amount. Average is calculated by total amount divided by number of days. So, total amount is calculated by average into number of days. ശരാശരി ആവറേജ് കാണാൻ നമ്മൾ ടോട്ടൽ എമൗണ്ടിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയായിരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. ടോട്ടൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു ആവറേജ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ. ആവറേജിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. അപ്പൊ നമുക്കിവിടെ ചെയ്ത് നോക്കാം.
average income is equal to 150 rupees. How many days in June മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? Yes, 30 days. Number of days is equal to 30. Total amount is equal to 150 into 30 is equal to 4,500 rupees. 4,500 rupees. We calculate the total amount using average and number of days. Average amount multiplied by number of days, we gives total amount. Total amount is equal to average into number. Total amount is equal to total amount or total measurement is equal to average into number. Average ne എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് total amount കിട്ടും. Next problem. The income of 5 days of a trader are 6,435 rupees, 6,927 rupees, 6,855 rupees, 7,230 rupees, and 6,562 rupees. After the 6th day, he calculated the average income as 6,500 rupees per day. How much did he get on the 6th day? അതായത് ഒരു കച്ചവടക്കാരന് ആദ്യത്തെ 5 ദിവസങ്ങളായി കിട്ടിയ വരുമാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 6,435 രൂപ, 6,927 രൂപ, 6,855 രൂപ, 7,230 രൂപ, 6,562 രൂപ എന്നിവ 5 ദിവസത്തെ വരുമാനമാണ്. 6 ദിവസം കഴിഞ്ഞപ്പോൾ 6ാമത്തെ ദിവസത്തെ വരുമാനം കൂടി കൂട്ടിയപ്പോ അതിന്റെ എല്ലാം ആവറേജ് 6,500 രൂപയാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ദിവസം എത്ര രൂപയാണ് അവന് ഇൻകമായിട്ട് കിട്ടിയത് എന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം നമുക്ക് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദിസ് ആൻസർ. ഇതിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? ഫസ്റ്റ് 5 ഡേയ്സിലെ ഇൻകം നമുക്കിവിടെ ആൾറെഡി തന്നിട്ടുണ്ട്. അതിന്റെ സമ്മാണ് 5 ഡേയ്സിലെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. 6ാമത്തെ ദിവസത്തെ 6th ഡേയിലെ ആവറേജ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ആവറേജിനെ 6th കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് 6 ദിവസത്തെ ടോട്ടൽ ഇൻകവും നമുക്ക് കിട്ടും. അത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തെ ദിവസത്തെ മാത്രം ഇൻകം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പറഞ്ഞ മനസ്സിലായില്ല അല്ലെ? ആദ്യത്തെ 5 ദിവസത്തെ 5 ഡേയ്സിലെ ഇൻകം ടോട്ടൽ ചെയ്യുക. 6 ദിവസം കൂടി ആവുമ്പോ ആവറേജ് ഇൻകം 6,500 ആണ്. അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ദിവസത്തെ ടോട്ടൽ ഇൻകം കിട്ടും. 6 ദിവസത്തെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും 5 ദിവസത്തെ ടോട്ടൽ ഇൻകം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തെ ദിവസത്തെ മാത്രം ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ ഇൻകം ഫോർ 5 days is equal to 6,435 plus 6,927 plus 6,855
855 plus 7,230 plus 6,562 is equal to 34,009 rupees. 34,009 rupees. 34,009 രൂപ. ഇനി ആവറേജ് ഇൻകം ഓഫ് 6 days is equal to 6,500 rupees. Total income for 6 days is equal to 6,500 into 6 equal to 39,000 rupees. 5 ദിവസത്തെ ടോട്ടൽ ഇൻകം 34,009 rupees. 6 ഡേയ്സിലെ ടോട്ടൽ ഇൻകം 39,000 rupees. So, income got from 6th day is equal to 39,000 minus 34,009 is equal to 4,991 rupees. 4,991 rupees. ഇവിടെ നമ്മൾ ചെയ്തത് 5 ദിവസത്തെ ടോട്ടൽ ഇൻകം കണ്ടു. 6ാമത്തെ ദിവസത്തെ ആവറേജ് ഇൻകം കൊണ്ട് 6 ദിവസത്തെ ടോട്ടൽ ഇൻകവും കണ്ടിട്ട് അത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 6ാമത്തെ ദിവസത്തിലെ മാത്രം വരുമാനമായ 4,991 രൂപ എന്ന് കിട്ടി. ഓക്കെ, ഇത് നിങ്ങൾ നന്നായിട്ട് ക്ലാസ് കാണുക. അതിനുശേഷം തരുന്ന വർക്ക്ഷീറ്റ് എഴുതുക. ഈ വർക്കുകളെല്ലാം ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നോട്ട് എഴുതുമ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ.